ഹായ്, കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് വ്ളോഗായിട്ട് വരുന്നത്. കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഈ വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ആ സ്പെഷ്യാലിറ്റിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ബാംഗ്ലൂർ ഞാൻ വന്നിട്ട് ബാംഗ്ലൂർ മലയാളീസ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് മീറ്റപ്സ് സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, അങ്ങനെ കുറേ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ കുറച്ച് മലയാളി സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം ബാംഗ്ലൂർ മലയാളീസിൻ്റെ ഓണപ്പരിപാടിക്ക് ഒരുമിച്ച് ഡാൻസ് ചെയ്യൊക്കെ ഉണ്ടായി. അതിനുശേഷം ആ സമയം തൊട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു എല്ലാവർക്കും കൂടെ ഒരുമിച്ചിട്ട് ഒരു ഫുഡ് കഴിക്കാൻ പോവാന്നുള്ള കാര്യം, ഒരു ലഞ്ചിന് പോവാം, ഒരു അടിപൊളി സ്ഥലത്ത് ലഞ്ചിന് പോവാന്നൊക്കെ. പക്ഷേ ഈ 2 വർഷത്തിനിടയിൽ ഇപ്പോഴാണ് എല്ലാവരും കൂടി ഒത്തിട്ട് ഒരു സമയം കിട്ടിയത്. സോ ആ ദിവസമാണെന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പൂജയും മാളും എത്തിയിട്ടുണ്ട്. ഹിബയൊക്കെ വരാനുണ്ട്. പാത്തു ചിലപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വെയിറ്റ് ചെയ്യണം അവരെ. ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ വന്നിട്ടുള്ള സ്ഥലത്തിന് വരുന്ന ഒയാസിസ് ബ്രൂവറി എന്ന് പറഞ്ഞിട്ട് വൈറ്റ് ഫീൽഡുള്ള സ്ഥലമാണ്. ഒരു റെസ്റ്റോ ബാറാണ്. ആംബിയൻസ് വൈസ് 10 out of 10 അല്ലേ? 10 out of 10 കൊടുത്തൂടെ? 10 out of 10 അല്ലേ ആംബിയൻസ്? ഫുഡ് വെച്ചിട്ടാണ് നമ്മൾ എത്ര കൊടുക്കണം നമ്മൾ തീരുമാനിക്കുന്നത്. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഹായ് പറയുന്നോ? ഹായ്. ഇത് മാളു ഭയങ്കര ധൃതി പിടിച്ച കോളാണ്. ഹിബയൊക്കെ എത്താനുണ്ട്. എത്തിയോ? ഓക്കെ, ഹിബ വന്നു. ഇതാട്ടോ ആംബിയൻസ്. സൂപ്പർ ആയിട്ടില്ലേ? ആണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ പുതുതായിട്ട് മേടിച്ചിട്ടുള്ള ഒരു കോട്ട് സെറ്റാണ്. പിങ്ക് കളർ. ഞാനൊരു പിങ്കി കളാണെന്ന് കണ്ടോ, ഇതുവരെ പിങ്കാണ് എൻ്റെ. അങ്ങനെയാണ്. ഹിബ വന്നു എന്ന് പറയുന്നുണ്ട്. എനിക്ക് ടോട്ടലി ഇവരുടെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇനി ഇവർക്ക് ഔട്ട്ഡോർ പുറത്തും കുറേ സീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി നടന്ന് കാണണം. അതാണ് നമ്മുടെ പ്ലാൻ. പോയി നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ പൂജയുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പൂജ, എന്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ കുറേ നല്ല പ്ലേസസ് കാണാൻ പറ്റും. അങ്ങനെയാണ് കഥകൾ. സോ ഹിബ വരുന്നുണ്ട്. ഹിബയ്ക്ക് വേണ്ടി ഹിബയെ കാത്തിരിക്കുവാണ്. ഹിബ എത്തിയിട്ടുണ്ട്. ഹിബ നമ്മള് കാണുന്നത് ഒരു വർഷമായി അല്ലേ? കഴിഞ്ഞ കൊല്ലം ഓണപ്പരിപാടിക്കാണ് ഞങ്ങൾ ലാസ്റ്റ് കണ്ടത്. അതിനുശേഷം ഇപ്പോഴാണ് ഈ മഹദീനൊന്ന് കാണുന്നത്. എല്ലാവരോടും എനിക്ക് ആംബിയൻസ് ഒന്ന് ചോദിക്കാനുള്ളത്. ഹിബ ജർമ്മനി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നാളെ വരുന്നു. അപ്പൊ ജർമ്മനി പോയി വന്നപ്പോൾ മിഠായി നമ്മള് കുട്ടികളൊന്നും മിണ്ടാടിരിക്കും. ചേച്ചി വ്ളോഗ് എടുക്കുന്നത്. നമ്മളിവിടെ ഇരിക്കുന്ന സ്ഥലം ഭംഗി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ, ഹിബയ്ക്ക് എന്തോ പറയാനുണ്ട്. ഇത്ര ഹിബ ജർമ്മനിയിലൊക്കെ പോയിട്ട് ആരാ? സോ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഞങ്ങൾ ഓൾറെഡി ഓർഡർ ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്നൊക്കെ നോക്കി വെച്ചു. പക്ഷേ നമ്മളിനി പുറത്ത് പോവാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഓർഡർ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് കഥ. പറ്റുമോ നോക്കട്ടെ. അവർ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടേ പുറത്തത്തെ കണ്ടിട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. നീയാണല്ലോ ഗ്രൂപ്പിലിട്ടത്. ഹിബയാണ് ഈ റെസ്റ്റോ ബാർ സജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് പോന്നു. ഇവിടെ വാക്കും വിശ്വാസം എൻജോയ് ചെയ്ത് അടിപൊളി സ്ഥലം പറഞ്ഞാ നമ്മളടുത്ത്. ഇവിടെ മിക്കവാറും എൻ്റെ പനി കൂടുന്ന തോന്നുന്നു ഇവിടെ വന്നിട്ട്. ഇത്രയും തണുപ്പൊക്കെ ആക്കിയിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേര് മെൻഷൻ ചെയ്യണമെന്ന്. ഞാൻ മെൻഷൻ ചെയ്യും. ഇപ്പൊ ഫാൻസ് വരട്ടെ.
വേണ്ട വേണ്ട ഞാൻ ഫോക്കസ് മാറ്റി. വീണ്ടും മറ്റേ സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പഴയ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഡിസപ്പോയിന്റഡ് ആണല്ലേ ഹിബ? വിശക്കുണ്ട്, എല്ലാവർക്കും വിശക്കുണ്ട്. മാളുവിന്റെ സ്വന്തം വെജ് ഐറ്റംസ്. അങ്ങനെ എന്റെ സാധനം വന്നു ഫൈനലി. ഇതെന്ത് ഉപ്പാണോ? ആ ഞാനത് മറന്നുപോയി. ഹിബയ്ക്ക് മാത്രമേ അത് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പൂജയ്ക്ക് ഏറ്റവും ഇഷ്ടം ഫ്രഞ്ച് ഫ്രൈസ് ആണോ പൂജ? എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വെള്ളം അടിക്കുമ്പോഴും എല്ലാത്തിനും സൈഡിലായിട്ട് വെക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആയതുകൊണ്ട് നന്നായി. അതുകൊണ്ടാണ്. എസ്പെഷ്യലി പെരി പെരി. ഓക്കെ, അതാണ് ഇഷ്ടം. നമ്മുടെ ഭക്ഷണം കഴിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. വാഷ്റൂമിൽ പോയി 2 ആൾക്കാർ ഇപ്പോഴാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ അവിടെ ലിപ്സ്റ്റിക് ഇട്ട് കുറച്ച് മിറർ സെൽഫി എടുത്ത് ഒക്കെ അല്ലേ വരുന്നത്? എന്തൊക്കെ നടന്നു അറിയോ? അവിടെ ഒരു വലിയ എന്താ പറയാ ബില്ല് വന്നു. ആ മാളൂന് ഏതാ ഇഷ്ടായേ? പിന്നെ ആലു പനീർ എന്തോ ഒരു സ്റ്റഫിങ് എനിക്ക് 2 ഇഷ്ടമായി. മെയിൻ കോഴ്സ് എനിക്ക് ഇഷ്ടമായില്ല, അത് ഇഷ്ടമായി. സ്റ്റാർട്ടേഴ്സ് എല്ലാം ഇഷ്ടമായി. പിന്നെ ഇനി അതിനൊന്നും ഇല്ല. പിന്നെ നമ്മുടെ പ്രോൺസ് അത് ഭയങ്കര സംഭവല്ലേ. അന്ന് കഴിച്ചാൽ ഏതാ ഇഷ്ടായേ? ഉറക്കെ പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. ആ തീർത്തിട്ടില്ല ഇതുവരെ. ഇഷ്ടപ്പെട്ടതുകൊണ്ട് മെല്ലെ മെല്ലെ തീർക്കുകയാണെന്നല്ലേ? ഓ എക്സ്പ്രഷനൊക്കെ. ഫോട്ടോസ് എടുക്കാന്ന് വെച്ചാൽ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഫോട്ടോ എടുക്കണ്ടേ? രണ്ടുപേരും എടുക്കാൻ വേണ്ടി നല്ല അടിപൊളി എന്താ പറയാ സ്ഥലം. പുറത്തേക്കൊക്കെ വരുന്നത് ഉള്ളിലും അടിപൊളിയാണ്, ബട്ട് പുറത്ത് നല്ല അടിപൊളിയല്ലേ? ബീച്ചിലൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. എടോ നമുക്ക് അവരോടൊന്നൊരു ഫോട്ടോ എടുത്തരുമോ ചോദിച്ചാലോ? ആരോടെങ്കിലും എടുക്കാം. അവര് ഫോട്ടോ എടുത്ത് ഇപ്പുറത്തെത്തി. മിക്കവാറും ഹിബ വീഴുന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പൂജ ആയിരിക്കും ഇതിന് ഉത്തരവാദി അല്ലെ? പൂജ ഇതിന് ആഴം ഉണ്ട് കേട്ടോ. ഒരു 10-40 ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും അല്ലേ? അത് കഴിഞ്ഞിട്ട് പാവം മാളുവിന്റെ അത്ര ഫോട്ടോസ് ഒന്നും വേണ്ട. ഞങ്ങളെ കൂടെ ഉള്ളപ്പോൾ മാളുവിന് കുറച്ച് ഫോട്ടോസ് മതി. അങ്ങനെ അവളുടെയും എൻ്റെയും ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞിട്ടും കഴിയാത്ത ചിലരുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. എത്ര നേരെ ഗൈസ്, എത്ര ഫോട്ടോസ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ടോട്ടലി? 60-70. ഓ എന്നിട്ട് ഇഷ്ടപ്പെട്ടത് പോലെ ഓ ഇതുവരെ പൂജയുടെ എടുത്തില്ല. ഞങ്ങളെ കണ്ട് പഠിക്കൂ. ഞങ്ങളുടെ കഴിഞ്ഞോ? ഞങ്ങളെല്ലാം എടുത്തു. ഓക്കെ എടുക്കൂ ഗൈസ്. ഞങ്ങളുടെ ബാഗും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ഒരു ചെയറിൽ വെച്ചിട്ട് വന്നതാ. സോ അതവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ്. യെസ്
യെസ്, ഓൾ സെറ്റ്. അങ്ങനെ ഏകദേശം അവരുടെ ഫോട്ടോ എടുപ്പും കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടോ ഇപ്പോഴെങ്കിലും കഴിയുമെന്ന് കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താ കാണിക്കാനെ വിളിച്ചേ? ഇറങ്ങണ അതെ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഒന്ന് എന്റെ ഫോട്ടോ ഇപ്പൊ ഞാൻ എടുത്തു. ശ്രദ്ധിച്ചോടണേ. വളരെ ഓട്ടം ഓടി നനഞ്ഞ നിങ്ങൾ ഈ എവിടെ? പക്ഷെ നല്ല രസമുണ്ട് അങ്ങോട്ട് കാണാൻ. നല്ല മഴയായിട്ടോ. ഞങ്ങൾ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടു. ടാറ്റാ. ഇന്നത്തെ ദിവസത്തെ പറ്റി എന്താ പറയാനുള്ളത്? ആർ യു ഹാപ്പി? ഭയങ്കര ഹാപ്പി. എനിക്ക് നല്ല സന്തോഷം. എൻ്റെ മേലുവേദനയൊക്കെ അങ്ങോട്ട്. മഴ പെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി. ഞാനും കുറേ നാൾക്ക് ശേഷം എല്ലാവരും അതെ, സന്തോഷമായി. ഇനി താങ്കൾ വീട്ടിലേക്ക്. പൂജ, എന്താണ് പറയാനുള്ളത്? അതല്ല, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ദിവസം അടിപൊളിയായിരുന്നു. എന്താ പറയാ, കുറേ നാളിന് ശേഷം ഇങ്ങനെ കുറേ ഒത്തുകൂടിയത്. നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? ഇനി എപ്പോഴാണെന്ന് അറിയത്തില്ല. ഇനി എന്റെ കല്യാണം. ഇനി ഇതിന്റെ കല്യാണം. പക്ഷെ അതിന് മുമ്പ് ചിലപ്പോൾ ഞങ്ങളൊക്കെ ഒത്തുകൂടിയ. അതെന്താ? അത് നിങ്ങൾ ജനുവരിയിൽ കാണുമല്ലേ ഉള്ളൂ. നീ കല്യാണം കഴിഞ്ഞ് പോവാ, ഞങ്ങൾക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ എൻജോയ്മെന്റ്. ആൾറെഡി ഞാൻ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് തന്നെയാണ് വരുന്നത്. ഇനി വരുമ്പോ നീ മറ്റേ ബാച്ചിലർ അല്ലല്ലോ, നീ ഓൾറെഡി മാരീഡ് ആയി. എടി അവളോ? പക്ഷെ അവള് കല്യാണം കഴിഞ്ഞ ഇല്ലല്ലോ. അപ്പൊ എന്നെ ഒഴിവാക്കുന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, തെറ്റിയടി. ചില സാഹചര്യ സന്ദർഭത്തിലൊക്കെ ചിലപ്പോ ഒഴിവാക്കേണ്ടി വരും. മനസ്സിലായിടി? ഈ വീഡിയോയിൽ എനിക്കൊരു കാര്യം പറയണം. ഈ വീഡിയോ ഔട്ട് പുറത്ത് വരുമ്പോ പൂജ ഉണ്ടാവുന്നതല്ല. ഒഴിവാക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ചില സാധനത്തിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ വാക്ക് തെറ്റിക്കുന്ന പോലെ ആവത്തില്ല. അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞത് ഒഴിവാക്കുന്നുള്ളത്. മനസ്സിലായിടി? മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും. ബായ് പറഞ്ഞോളൂ എൻ്റെ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സിനോട്. ഇനി കല്യാണ സമയത്ത് കല്യാണത്തിന് വരില്ലേ? തീർച്ചയായിട്ടും വരും. ഹിബ നോ കോംപ്രമൈസ്. മാളു, അപ്പോൾ ബൈ ബൈ. ഇനി അടുത്ത വ്ളോഗ് അയച്ച് കാണുന്നവരെ ബൈ.